ഓക്കെ, നമ്മൾ മൊഡ്യൂൾ 2-ലെ രണ്ടാമത്തെ ലെക്ചറാണ്. ജനറലൈസ്ഡ് മെഷറിംഗ് സിസ്റ്റം എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു മെഷറിംഗ് സിസ്റ്റത്തിനെ ബ്ലോക്ക് ഡയഗ്രാമായിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ആദ്യത്തെന്ന് പറയുകയാണെങ്കിൽ ഫിസിക്കൽ സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നു? ഇൻപുട്ട് സിഗ്നൽ മെഷേർഡ് നമുക്ക് കിട്ടുന്നു. ഏത് ഇൻപുട്ടാണ് മെഷർ ചെയ്യേണ്ടതെന്നുള്ള ഇൻപുട്ട് സിഗ്നൽ നമ്മൾ കിട്ടുന്നു. അത് വേരിയബിൾ കൺവേർഷൻ എലമെൻറ്റിലോട്ട് എത്തുന്നു. വേരിയബിൾ കൺവേർഷൻ എലമെൻറ്റ് ഒരു ട്രാൻസ്ഡ്യൂസർ ആയിരിക്കും. ആ ട്രാൻസ്ഡ്യൂസർ എന്ത് ചെയ്യുന്നു? അത് വേരിയബിൾ മാനിപ്പുലേഷൻ എലമെൻറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അത് പിന്നീട് നേരെ ഡാറ്റ ട്രാൻസ്മിഷൻ എലമെൻറ്റിലെത്തുന്നു. പിന്നീട് ഡാറ്റ പ്രോസസ്സിംഗ് എലമെൻറ്റിലെത്തുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഈ ഡാറ്റ പ്രോസസ്സിംഗ് എലമെൻറ്റിൽ നിന്ന് മോഡിഫൈഡ് ആയിട്ടുള്ള സിഗ്നൽ ഡാറ്റ പ്രസൻറ്റേഷൻ എലമെൻറ്റിലോട്ട് എത്തും. ഡാറ്റ പ്രസൻറ്റേഷൻ എലമെൻറ്റിൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, റെക്കോർഡർ ഉണ്ട്, കൺട്രോളർ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഫീഡ്ബാക്ക് സിഗ്നൽ തിരിച്ച് ഇൻപുട്ട് സിഗ്നലിലോട്ട്, അതായത് ഫിസിക്കൽ സിസ്റ്റത്തിലോട്ട് കൊടുക്കും. നമ്മൾ കൊടുത്ത ഇൻപുട്ടും നമ്മുടെ ഔട്ട്പുട്ടും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഫീഡ്ബാക്ക് സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്നും എന്താ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താ? പ്രൈമറി സെൻസിങ് എലമെൻറ്റ്. പ്രൈമറി സെൻസിങ് എലമെൻറ്റ് അതിനെ ഫിസിക്കൽ ക്വാളിറ്റി എന്താണ്? ക്വാണ്ടിറ്റി അണ്ടർ മെഷർമെൻറ്റ് മേക്ക് ഇറ്റ് ഫസ്റ്റ് കോൺടാക്ട് വിത്ത് പ്രൈമറി സെൻസിങ് എലമെൻറ്റ്. ഏതാണോ പ്രൈമറി സെൻസിങ് എലമെൻറ്റുമായിട്ട് ഫസ്റ്റ് കോൺടാക്ട് വരുന്നത് അതാണ് പ്രൈമറി സെൻസിങ് എലമെൻറ്റ്. സെൻസ് ദി കണ്ടീഷൻസ് സ്റ്റേറ്റ് ഓർ വാല്യൂ ഓഫ് ദി പ്രോസസ് വേരിയബിൾ ബൈ എക്സ്ട്രാക്ടിങ് എ സ്മോൾ പാർട്ട് ഓഫ് എനർജി ഫ്രം ദി മെഷർമെൻറ്റ്. ഏതാണോ മെഷർ ചെയ്യേണ്ടത് അതിനൊരു സ്മോൾ എനർജി എടുത്തിട്ട് എന്ത് ചെയ്യും? സെൻസ് ദി കണ്ടീഷൻ, സ്റ്റേറ്റ് ഓർ വാല്യൂ, ഈ മൂന്ന് സംഭവങ്ങൾ എന്ത് ചെയ്യും? സെൻസ് ചെയ്യും. ആൻഡ് ദെൻ പ്രൊഡ്യൂസ് ആൻ ഔട്ട്പുട്ട് വിച്ച് റിഫ്ലക്ട് ദിസ് കണ്ടീഷൻ ഓർ സ്റ്റേറ്റ് ഓർ വാല്യൂ ഓഫ് മെഷർമെൻറ്റ്. എന്നിട്ട് എന്ത് ചെയ്യും? ഈ സെൻസർ ഒരു വാല്യൂ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? മെഷർ ചെയ്യേണ്ട ക്വാണ്ടിറ്റീൻ്റെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്പുട്ടായിരിക്കും ഉണ്ടായിരിക്കും. ആ ഔട്ട്പുട്ട് ഇപ്പോൾ പ്രൈമറി സെൻസിങ് എലമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ വേരിയബിൾ കൺവേർഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഡ്യൂസറാണ്. വേരിയബിൾ കൺവേർഷൻ ഓർ ട്രാൻസ്ഡ്യൂസർ എലമെൻറ്റ്. രണ്ടാമത് നമ്മൾ നേരത്തെ ബ്ലോക്ക് ഡയഗ്രാമിൽ കണ്ട സംഭവം എന്താണ്? കൺവേർട്ട്. അതിൻ്റെ വർക്ക് എന്ന് പറയുകയാണെങ്കിൽ കൺവേർട്ട് എന്താണ്? വൺ ഫിസിക്കൽ ഫോം ഇൻ ടു അനദർ ഫോം വിത്തൗട്ട് ചേഞ്ചിങ് ദി ഇൻഫോർമേഷൻ കണ്ടൻറ്റ് ഓഫ് ദി സിഗ്നൽ. ഒരു ഫോമിലുള്ള സിഗ്നലിനെ വേറൊരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുക. വിത്തൗട്ട് ചേഞ്ചിങ് എന്താണ്? ആ സിഗ്നലിൽ ഉള്ള ഇൻഫോർമേഷൻ ചേഞ്ച് ചെയ്യാതെ ഒരു ഫോമിലുള്ള സിഗ്നലിനെ വേറൊരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ട്രാൻസ്ഡ്യൂസറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. മൂന്നാമത്തെ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ മാനിപ്പുലേഷൻ എലമെൻറ്റാണ്. എന്താ വെച്ചാൽ വേരിയബിൾ മാനിപ്പുലേഷൻ എലമെൻറ്റിൻ്റെ ജോബ് എന്താണ്? മോഡിഫൈ ദി സിഗ്നൽ ബൈ ആംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ ഫിൽട്രേഷൻ ഓർ അതർ മീൻസ് സോ ദാറ്റ് ഡിസൈർഡ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് അക്കോർഡിംഗ് ടു സം മാത്തമാറ്റിക്കൽ റൂൾ. അതായത് നമുക്ക് വന്ന ഇൻപുട്ടിനെ എന്ത് ചെയ്യും? ആംപ്ലിഫൈ ചെയ്യുക, ഫിൽട്ടർ ചെയ്യുക തുടങ്ങിയ വർക്കുകളാണ് വേരിയബിൾ മാനിപ്പുലേഷനിലൂടെ ചെയ്യുന്നത്. അടുത്ത് പറയുന്നത് ഡാറ്റ ട്രാൻസ്മിഷൻ എലമെൻ്റാണ്. ഡാറ്റ ട്രാൻസ്മിഷൻ എലമെൻറ്റിൽ എന്താണ്? ട്രാൻസ്മിറ്റ് ദി സിഗ്നൽ ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഇൻഫർമേഷൻ. അപ്പോൾ ഈ മാനിപ്പുലേറ്റ് ചെയ്ത സിഗ്നൽ എന്ത് ചെയ്യും? അടുത്ത ഡാറ്റ ട്രാൻസ്മിഷൻ എലമെൻറ്റിലോട്ട് വരും. ഈ ഡാറ്റ ട്രാൻസ്മിഷൻ എലമെൻറ്റ് ഈ സിഗ്നലിൽ എന്ത് ചെയ്യും? നമുക്ക് ഏത് ഇൻസ്ട്രുമെൻറ്റിലോട്ടാണോ വേണ്ടത് ആ ഇൻസ്ട്രുമെൻറ്റേഷനിലോട്ട് എന്ത് ചെയ്യും? വിത്തൗട്ട് ചേഞ്ചിങ് ഇൻഫർമേഷൻ കണ്ടൻറ്റ് ചേഞ്ച് ചെയ്യാതെ ട്രാൻസ്ഫർ ചെയ്യും. അതാണ് ഡാറ്റ ട്രാൻസ്മിഷൻ എലമെൻറ്റ്. ഡാറ്റ ട്രാൻസ്മിഷൻ എലമെൻറ്റാണ് നമ്മുടെ USB വയേഴ്സും ഒക്കെ സംഭവങ്ങൾ കേട്ടോ. അടുത്തത് ഡാറ്റ പ്രോസസ്സിംഗ് എലമെൻറ്റാണ്. ഈ കിട്ടിയിരിക്കുന്ന ഡാറ്റ എന്ത് ചെയ്യും? ഡാറ്റ നമ്മളിപ്പം കളക്ട് ചെയ്തു, അതിനെ ഒരു സീറ്റിൽ നിന്ന് വേറെ സീറ്റിലോട്ട് ചേഞ്ച് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്തു. ഈ മാനിപ്പുലേറ്റ് ചെയ്ത ഡാറ്റേനെ നമ്മൾ എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ചെയ്തു. ഈ ഡാറ്റേനെ അടുത്ത് എന്ത് ചെയ്യും? പ്രോസസ്സ് ചെയ്യും. നമ്മളൊരു ഇലക്ട്രിക് സിഗ്നലോ എന്തെങ്കിലും ഒരു സിഗ്നൽ ഫോമിലായിരിക്കും ഉണ്ടായിരിക്കുക. ഈ സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഔട്ട്പുട്ടായിട്ട് പ്രോസസ്സ് ചെയ്ത് എടുക്കണം. അതാണ് പ്രോസസ്സിംഗ് എലമെൻറ്റ്. പ്രോസസ്സിംഗ് എലമെൻറ്റ് വർക്ക് എന്താണ്? മോഡിഫൈസ് ദി ഡാറ്റ ബിഫോർ ഇറ്റ് ഡിസ്പ്ലേഡ് ഓർ ഫൈനലി റെക്കോർഡഡ്. ഈ ഡാറ്റേനെ മോഡിഫൈ ചെയ്യുക. എന്ത് ചെയ്യുക? ഡിസ്പ്ലേ ചെയ്യുന്നതിനേക്കാളും മുമ്പേ മോഡിഫൈ ചെയ്യുക. പെർഫോം മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ സച്ചസ് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അങ്ങനെ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുക. ടു കാൽക്കുലേറ്റ് ആവറേജ് അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യുക. കൺവേർട്ട് ഡാറ്റ ഇൻ ടു ഡിസൈഡ് ഫോം. നമുക്ക് ഏത് ഫോമിലാണോ ആവശ്യമുള്ളത് ആ ഫോമിലോട്ട് ആ ഡാറ്റേനെ എന്ത് ചെയ്യാം?
നമ്മൾ കൺവേർട്ട് ചെയ്യാം. ടു സെപ്പറേറ്റ് അൺഡിസൈഡ് സിഗ്നൽ, ആവശ്യമില്ലാത്ത സാധനങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ടു പ്രൊവൈഡ് കറക്ഷൻ, എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതിന് കറക്റ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള ഔട്ട്പുട്ട് സിഗ്നൽ നമുക്ക് കിട്ടുക. ഇതാണ് ഡാറ്റ പ്രോസസ്സിംഗ് എലമെൻറ്റിൻ്റെ വർക്ക്. നെക്സ്റ്റ് എന്താണ്, ഡാറ്റ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡാറ്റ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യണത് എന്താണ്, പ്രൊവൈഡ്സ് എ റെക്കോർഡ് ഓർ ഇൻഡിക്കേഷൻ ഓഫ് ദി ഔട്ട്പുട്ട്, ഔട്ട്പുട്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അത് 3 എണ്ണം ഉണ്ട്. എന്താണ്, ട്രാൻസ്മിറ്റിംഗ് ഉണ്ട്, സിഗ്നലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ റെക്കോർഡിംഗ് ഉണ്ട്. ട്രാൻസ്മിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഫർമേഷൻ, അതായത് മെഷേർഡ് ക്വാണ്ടിറ്റീനെ വേറൊന്നിലോട്ട് സെൻഡ് ചെയ്യുന്നത്. സിഗ്നലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടു ഗീവ് എ സിഗ്നൽ ദാറ്റ് ദി പ്രീ ഡിഫൈൻഡ് വാല്യൂ ഹാസ് ബിൻ റീച്ച്ഡ്. റെക്കോർഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു പ്രൊഡ്യൂസ് എ കണ്ടിന്യൂസ് റെക്കോർഡ് ഓഫ് മെഷർമെൻറ്റ് ക്വാണ്ടിറ്റി ഇൻ റിട്ടൺ ഫോം. ഇൻഡിക്കേറ്റിംഗ് ടു എന്താണ്, ടു ഇൻഡിക്കേറ്റ് ദി സ്പെസിഫിക് വാല്യൂ ഓഫ് കാലിബ്രേറ്റഡ് സ്കെയിൽ. ഇത്രയാണ്. ഇത് നിങ്ങൾ ഇങ്ങനെ പഠിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളൊരു എക്സാമ്പിളായിട്ട് എടുത്ത് പഠിക്കുക. നമ്മളിപ്പോൾ നമ്മുടെ സ്പീഡോമീറ്റർ ഉണ്ടെന്ന് വിചാരിക്കും, നമ്മുടെ വെഹിക്കിൾസിൻ്റെ. അത് ഒപ്റ്റിക്കൽ ഫോമിലുള്ള സ്പീഡോമീറ്റർ ആണെന്ന് വിചാരിക്കും. ഒപ്റ്റിക്കലാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഫസ്റ്റ് ഡിസൈഡ് പ്രൈമറി സെൻസിങ് എലമെൻറ്റ് എന്തുണ്ടായിരിക്കും, ഒരു ഒപ്റ്റിക്കൽ സംഭവം ഉണ്ടായിരിക്കും. അതൊന്നും എന്ത് ചെയ്യും, വേരിയബിൾ കൺവേർഷൻ. ആ ഒപ്റ്റിക്കൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് എന്താ കിട്ടുക, കുറേ 1010 എന്നുള്ള ഡാറ്റ എലമെൻറ്റ്സ് ആണ് കിട്ടുക. സ്പീഡാണ് നമ്മുടെ വേരിയബിൾ. ആ സ്പീഡിനെ നമ്മൾ എന്ത് ചെയ്യും, ലൈറ്റ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും. ലൈറ്റ് ഫോമിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, അതിനെ 1010 എന്നുള്ള ബൈനറി കോഡിലോട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് വേരിയബിൾ കൺവേർഷൻ. വേരിയബിൾ മാനിപ്പുലേഷൻ എന്ന് പറയുകയാണെങ്കിൽ ആ ലൈറ്റ് എലമെൻറ്റിനെ 1010 എന്നിട്ട് മാറ്റും. ഡാറ്റ ട്രാൻസ്മിഷൻ എന്ന് പറയുകയാണെങ്കിൽ ആ 1010 എന്നൊക്കെയുള്ള നമ്മുടെ ബൈനറി കോഡിനെ എന്ത് ചെയ്യും, നമ്മൾ അവിടെ നിന്ന് നമ്മുടെ പ്രോസസ്സിംഗ് യൂണിറ്റിലോട്ട് മാറ്റും. പ്രോസസ്സിംഗ് യൂണിറ്റിലോട്ട് സെൻഡ് ചെയ്യും, വയേഴ്സ് ഉപയോഗിച്ച് സെൻഡ് ചെയ്യും. അടുത്തെന്ത് ചെയ്യും, ഈ 1010 എന്നൊക്കെയുള്ള ഡാറ്റ ബൈനറി കോഡിനെ, ആ ബൈനറി കോഡിനനുസരിച്ച് എന്ത് ചെയ്യും, ഡാറ്റേനെ പ്രോസസ്സ് ചെയ്തിട്ട് എന്ത് കിട്ടും, നമുക്ക് സ്പീഡ് എത്രയാണ്, ഡിസൈഡ് സ്പീഡ് എത്രയാണ് എന്നുള്ള സാധനം കിട്ടും. അടുത്ത ഡാറ്റ പ്രസൻറ്റ് ചെയ്യും. ഡാറ്റ നമ്മുടെ വെഹിക്കിളിൽ പ്രസൻറ്റ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും, സ്പീഡ് കാണിക്കും. അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രോസസ്സിംഗ് ഒക്കെ നടന്നിട്ട് എന്ത് ചെയ്യും, ആവറേജ് സ്പീഡ് എത്രയാണ്, മൈലേജ് എത്രയാണ്, അതുപോലെ ട്രിപ്പ് ടു എം ടി എത്രയാണ്, നിങ്ങളെ ട്രിപ്പിൻ്റെ എഫിഷ്യൻസി എത്രയാണ് എന്നൊക്കെ കാണിക്കുമല്ലേ. അതാണ് ഡാറ്റ പ്രസൻറ്റേഷൻ. ട്രാൻസ്മിറ്റിംഗ്, സിഗ്നലിംഗ്, അതുപോലെ റെക്കോർഡ് ചെയ്യും. നമ്മൾ ഇപ്പോഴത്തെ വെഹിക്കിൾസിലൊക്കെ നമുക്കറിയാം, നമ്മുടെ ഓരോ ട്രിപ്പും റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് റെക്കോർഡ് വേണമെങ്കിൽ നമുക്ക് പ്രിൻ്റ് എടുക്കാം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അതാണ് ഡാറ്റ പ്രസൻറ്റേഷൻ എലിമെൻറ്റ്സ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫിസിക്കൽ എക്സ്പെരിമെൻറ്റ് എക്സാമ്പിളായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഓർമ്മയുണ്ടായിരിക്കും. അടുത്ത ടൈപ്സ് ഓഫ് ഇൻപുട്ട് സിഗ്നൽസ് ആണ്. നമ്മൾ ഇൻപുട്ട് സിഗ്നൽ ഏതൊക്കെയാണ്, 3 തരം ഇൻപുട്ട് സിഗ്നലുകളാണ്. ഡിസൈഡ് ഇൻപുട്ട്, ഇൻ്റർഫറിങ് ഇൻപുട്ട്, അതുപോലെ തന്നെ മോഡിഫയിങ് ഇൻപുട്ട്. ഇങ്ങനെ 3 തരം ഇൻപുട്ടുകളാണ് നമ്മൾ മെയിനായിട്ടുള്ളത്. ഈ ബ്ലോക്ക് ഡയഗ്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ റോബോട്ടിക്സ്, മെക്കട്രോണിക്സ് പഠിച്ചപ്പം പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഡിസൈഡ് ഇൻപുട്ട്, മോഡിഫയിങ് ഇൻപുട്ട്, ഇൻ്റർഫിയറിങ് ഇൻപുട്ട്, ഇതാണ് സം അപ്പ് പോയിൻ്റ്. ഇത് ഡിസൈഡ് ഇൻപുട്ടിൻ്റെ ഔട്ട്പുട്ട് കോമ്പണൻ്റ് ആണ്. ഡ്യൂ ടു ഡിസൈഡ് മോഡിഫയിങ് ഇൻപുട്ട്, ഇത് മോഡിഫയിങ് ഇൻപുട്ട്, ഇത് ഇൻ്റർഫിയറിങ് ഇൻപുട്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഈ 2 ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞിട്ട് വരാം കേട്ടോ. അപ്പോൾ ഡിസൈഡ് ഇൻപുട്ട് എന്താണ്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ക്വാണ്ടിറ്റീസ് ഫോർ വിച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് ഓർ ദി മെഷർമെൻറ്റ് സിസ്റ്റം ഈസ് സ്പെസിഫിക്കലി ഡിസൈൻ ടു മെഷേർഡ് ആൻഡ് റെസ്പോണ്ട്. ഏതാണോ മെഷർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്നുള്ള സ്പെസിഫിക്കലി ഡിസൈൻ ആയിട്ടുള്ള സിഗ്നൽസിനാണ്, ഇൻപുട്ട് സിഗ്നലാണ് ഡിസൈഡ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ദ ഡിസൈഡ് ഇൻപുട്ട് RD, നമ്മുടെ തൊട്ട് മുമ്പത്തെ ഇതാണോ RD ആണ് ഡിസൈഡ് ഇൻപുട്ട്. അതുപോലെ RM ആണ് മോഡിഫൈഡ് ഇൻപുട്ട്, അതുപോലെ RI ആണ് ഇൻ്റർഫറിങ് ഇൻപുട്ട് കേട്ടോ. അപ്പോൾ ഇതിലെന്താണ്, ഡിസൈഡ് ഇൻപുട്ട് എന്ന് പറയുകയാണെങ്കിൽ മോഡിഫൈഡ് ഇൻപുട്ടിൻ്റെയും ഡിസൈഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ RD പ്ലസ് GD, RD GD ആയിരിക്കും എന്തുണ്ടാവുക, ഡിസൈഡ് ഇൻപുട്ട് ഉണ്ടായിരിക്കുക അല്ലേ. നിങ്ങൾ മെക്കട്രോണിക്സ് പഠിച്ചിട്ടുണ്ടായിരിക്കും. RD ഇൻറ്റു GD ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുക, ഔട്ട്പുട്ടായിട്ട് കിട്ടുക. അപ്പോൾ GD RD ആയിരിക്കും എന്ത് ഔട്ട്പുട്ട് കോമ്പണൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുക. അതാണ് ഇവിടെ മെഷർ ചെയ്ത്, അത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇതാണ് ഡിസൈഡ് ഇൻപുട്ട് എന്താണെന്ന് ആദ്യം അറിയാം കേട്ടോ.
പിന്നെ അടുത്ത് എന്താണ് മോഡിഫൈഡിന് മുമ്പ് ഇൻ്റർഫെറിംഗ് ഇൻപുട്ട് എന്താണെന്ന് നോക്കാം. ഇറ്റ് റെപ്രസെൻറ്റ് ദി ക്വാണ്ടിറ്റീസ് ടു വിച്ച് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഓർ മെഷർമെൻറ്റ് സിസ്റ്റം ബിക്കംസ് അൺഇൻറ്റൻഷനലി സെൻസിറ്റീവ്. അതാണ് ഇൻ്റർഫെറിംഗ് ഇൻപുട്ട്. അൺഇൻറ്റൻഷനലി സെൻസിറ്റീവ് ആയിട്ടുള്ള നമ്മളൊരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഒരു സിഗ്നലിനോട് എന്താണ് അൺഇൻറ്റൻഷനലി സെൻസിറ്റീവ്, വളരെ സെൻസിറ്റീവ് ആണെന്ന് വിചാരിക്കും. അതിനാണ് നമ്മൾ ഇൻ്റർഫെറിംഗ് ഇൻപുട്ട് എന്ന് പറയാം. ദി മെഷർമെൻറ്റ് സിസ്റ്റം ആർ നോട്ട് ഡിസൈഡ് ടു റെസ്പോണ്ട് ടു ഇൻ്റർഫിയർ ഇൻപുട്ട് ഓർ അക്കൗണ്ട് ടു ദെയർ പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ്, ഡിസൈൻ ആൻഡ് മെനി അതർ ഫാക്ടർ. എന്താണ് ആ സിഗ്നലിനോട് ആ ഡിവൈസ് എന്താണ് നോട്ട് ഡിസൈഡ് ടു റെസ്പോണ്ട് ആണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഡിസൈഡ് ഇൻ്റർഫിയറിംഗ് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RI GI ആയിരിക്കും. ഇതാണ് ഔട്ട്പുട്ട് കോമ്പണൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത എന്താണ് മോഡിഫൈഡ് ഇൻപുട്ട്. എന്താണ് മോഡിഫൈഡ് ഇൻപുട്ട്? മോഡിഫൈഡ് ഇൻപുട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. മോഡിഫൈഡ് ഇൻപുട്ട്സ് ആർ ഡിഫൈൻഡ് ആസ് എന്താണ് ഇൻപുട്ട്സ് വിച്ച് കോസ് എ ചേഞ്ച് ഇൻ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ്. ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പിൽ ചേഞ്ച് വരുത്തുന്നത് ഫോർ എയ്തർ ഡിസൈഡ് ഇൻപുട്ട് ഓർ ഇൻ്റർഫെറിംഗ് ഇൻപുട്ട്. ഡിസൈഡ് ഇൻപുട്ടിനോ അല്ലെങ്കിൽ എന്താണ് ഇൻ്റർഫെറിംഗ് ഇൻപുട്ടിനോ ചേഞ്ച് വരുത്തുന്ന സിഗ്നൽസിനെയാണ് മോഡിഫൈഡ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ദാസ് അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതാണ് മോഡിഫൈഡ് ഇൻപുട്ട് അല്ലേ, RM എന്നുള്ള സാധനം. ഈ RM എന്നുള്ള സാധനം എന്താണ്? GMD. RM എന്ന് GMD എന്ന് പറഞ്ഞാൽ മോഡിഫൈഡ് സിഗ്നലിലോട്ട് പോകുന്നു. GMI എന്ന് പറഞ്ഞിട്ട് ഇൻ്റർഫെറൻസ് ഇൻപുട്ടിലോട്ട് പോകുന്നു. അപ്പം GMD പറയുന്നത് എന്താണ്? മോഡിഫൈഡ് ഇൻപുട്ടിൻ്റെ ഡിസൈഡ് ഇൻപുട്ടിലോട്ടുള്ള കോമ്പണൻ്റാണ്. മോഡിഫൈഡ് ഇൻപുട്ട് ഡിസൈഡ് ഇൻപുട്ടിനെയും ചേഞ്ച് വരുത്തും. ചിലപ്പോൾ ഡിസൈഡ് ഇൻപുട്ടിനെ ചേഞ്ച് വരുത്തും, ചിലപ്പോൾ എന്താണ് ഇൻ്റർഫെറിംഗ് ഇൻപുട്ടിനെ ചേഞ്ച് വരുത്തും. ഏതെങ്കിലും ഒന്നിനെ ചേഞ്ച് വരുത്തും. അപ്പോൾ എന്താണ് രണ്ടിലോട്ടും എഫക്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ടോട്ടൽ സം എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിസൈഡ് ഇൻപുട്ടിൻ്റെ ടോട്ടൽ ഔട്ട്പുട്ടിൻ്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ GD ഉണ്ടായിരിക്കും, അതുപോലെ GMDൻ്റെയും കൂടെ സം ആയിരിക്കും. RD GD GMD ആയിരിക്കും ഡിസൈഡ് ഇൻപുട്ടിൻ്റെ ഔട്ട്പുട്ട്. അതുപോലെ ഇൻ്റർഫെറിംഗ് ഇൻപുട്ടിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? RI GI GMI ആയിരിക്കും. RI GI GMI ഈ മൂന്നും കൂടെ എൻ്റെ ഔട്ട്പുട്ടായിരിക്കും എന്തുണ്ടാവുക? ഇൻ്റർഫെറിംഗ് ഇൻപുട്ടിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടാവുക. ഈ ഫിഗർ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അതുപോലെ തന്നെ എന്താണ് ഡിസൈഡ് ഇൻപുട്ട്, എന്താണ് ഇൻ്റർഫെറിംഗ് ഇൻപുട്ട്, എന്താണ് മോഡിഫൈങ് ഇൻപുട്ട്, ഈ ഡെഫിനിഷൻ മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി. ഈ സാധനം RM GD ഈ സാധനം ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അത് ജസ്റ്റ് ഒന്ന് അഡ്വാൻസ്ഡ് സാധനമാണ്. എന്താണ് മോഡിഫൈങ് ഇൻപുട്ട്, എന്താണ് ഡിസൈഡ് ഇൻപുട്ട്, എന്താണ് ഇൻ്റർഫെറിംഗ് ഇൻപുട്ട്, ഈ സാധനങ്ങൾ മാത്രം ഒന്ന് അറിഞ്ഞിരിക്കട്ടോ. ഡിസൈഡ് ഇൻപുട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതിനാണോ ആ ഡിവൈസ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഇൻപുട്ട്, അതാണ് ഡിസൈഡ് ഇൻപുട്ട്. ഇൻ്റർഫെറിംഗ് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അൺഇൻറ്റൻഷനലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻപുട്ട്. മോഡിഫൈങ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഡിസൈഡ് ഇൻപുട്ടിനെ ഇൻ്റർഫെറിംഗ് ഇൻപുട്ടിനെ ഏതെങ്കിലും ഒന്നിനെ അല്ലെങ്കിൽ രണ്ടിനെയോ മോഡിഫൈ ചെയ്യുന്ന ഇൻപുട്ടിനെയാണ് എന്ത് ചെയ്യുന്നത്? മോഡിഫൈങ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഈ ഡെഫിനിഷൻ അതുപോലെ പഠിച്ചു വെച്ചാൽ മതി. മോഡിഫൈങ് ഇൻപുട്ട്സ് ആർ ഡിഫൈൻഡ് ആസ് എന്താണ് ഇൻപുട്ട്സ് വിച്ച് കോസ് എ ചേഞ്ച് ഇൻ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് ഫോർ എയ്തർ ഡിസൈഡ് ഇൻപുട്ട് ഓർ ഇൻ്റർഫെറിംഗ് ഇൻപുട്ട്, ഏതെങ്കിലും ഒന്നിനെ ഓർ ബോത്ത് അല്ലെങ്കിൽ രണ്ടിനെയും. ഇത്രയാണ് ഇന്നത്തെ ലെക്ചർ. അടുത്ത് നമുക്ക് പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെഷറിംഗ് ഡിവൈസ് എന്തൊക്കെയാണ് നോക്കാം അടുത്ത ലെക്ചറിൽ കേട്ടോ.